നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പം നമ്മൾ തോവാള ഫ്ലവർ മാർക്കറ്റിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്നത് തോവാള ഫ്ലവർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ ആ കാണുന്ന ആർച്ചുണ്ട്, അതിൻ്റെ അകത്തൂടെ ഇനി നമുക്ക് ഇനി അകത്തേക്ക് പോകേണ്ടത്. അപ്പോൾ പയ്യെ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലവർ മാർക്കറ്റിൻ്റെ അകത്തേക്ക് ഇനി കയറാൻ പോകും കേട്ടോ. അപ്പോൾ തിരക്കായിട്ടുണ്ട്. നമ്മളിവിടെ എത്തിയപ്പോൾ ഒരു 8 മണിയായി. 8 മണിയായപ്പോൾ ആയപ്പോഴത്തേനും നല്ല തിരക്കായിട്ടുണ്ട്. ഈ സൈഡിലേക്ക് നമുക്ക് കാണാം, പൂക്കൾ വെച്ചിട്ടുണ്ട്. അകത്തോട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്. ഫുള്ള് കളറാണ് കേട്ടോ ഇവിടെയൊക്കെ. രാവിലെയൊക്കെ ഫുള്ള് കച്ചവടമായിട്ടുണ്ട്. അപ്പോൾ 2 സൈഡിൽ ഇതുപോലെ തന്നെ ഒരുപാട് ഫ്ലവർ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കച്ചവടത്തിനായിട്ട്. ഈ സൈഡ് ഫുള്ള് റോസയാണ് കേട്ടോ. റോസയുടെ കളക്ഷനാണ് ഈ സൈഡൊക്കെ വരുന്നത്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഹാരമൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ജമന്തിയും 2 സൈഡ് ഇതുപോലെയാണ്. അപ്പം നമ്മൾ ഇതാ കാണുന്ന അവിടെ നിന്നാണ് ഇങ്ങനെ അകത്ത് കയറി വന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. കേരളത്തിലുള്ള ആൾക്കാർ, ഒരുപാട് ആൾക്കാർ തോവാള വന്നിപ്പോൾ പൂ കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് ഈ റോസയുടെ കളക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ റേറ്റ് ചോദിക്കും ഇവിടെ എങ്ങനെയാണെന്നുള്ളത്. ചേട്ടാ ഇതെങ്ങനെയാണ് കേട്ടോ കിലോ വരുന്നത്? ഇത് ഇതൊക്കെ 100 രൂപയാണ് കേട്ടോ. ഈ കാണുന്നതൊക്കെ 60, 700, 100 രൂപ. പനീർ പച്ച. ഇത് നല്ല മണമുള്ള ഇലയാണെന്നാണ് പറയുന്നത്. പനീർ പച്ച അല്ലേ? പനീർ പച്ച. നമ്മൾ ഇത് ഈ 120 ആണല്ലേ? മിൽക്ക് വൈറ്റ്. ഇത് മിൽക്ക് വൈറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിനെ പ്യുവർ വൈറ്റ് എന്നവർ പറയുന്നത്. സെൻറ്ററിലൊരു യെല്ലോ കളറൊക്കെ ഉണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിലേക്കാണ് കൊഴുന്നുണ്ടല്ലോ, കൊഴുന്നുണ്ട് കേട്ടോ. നല്ല മണമാണ് ഈ സാധനം. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒന്നും ചോദിക്കാം. ചേട്ടാ ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണ് നമ്മുടെ കൊഴുന്നിൻ്റെ? അപ്പോൾ ഇന്ന് കൊഴുന്ത് ഇത് ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 80 രൂപ എന്നാണ് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞത്. മരിക്കൊഴുന്തല്ലേ? നല്ല മണമുണ്ടെന്നാണ് പറഞ്ഞേ. മരിക്കൊഴുത് ഇത് നമ്മളെ തെറ്റിപ്പൂ. തെറ്റിപ്പൂ ഇവിടെ വന്നിട്ട് 70 രൂപ കേട്ടോ. ഇതാണ് നമ്മുടെ ചേട്ടൻ്റെ കട. PVS എന്ന് പറയുന്ന ഷോപ്പാണ്. അതുപോലെ തന്നെ ഇവിടെ ഇഷ്ടംപോലെ ഇതുപോലത്തെ കടകളുണ്ട്. എല്ലാവരും ഇതുപോലെ ഓപ്പണായിട്ടിങ്ങായിട്ട് വിൽക്കുന്നതാണ് നമുക്ക്. ഇവിടെ ഒരു മാമ ഇവിടെ ഒരു മറ്റേ താമരയൊക്കെ കൊണ്ടിട്ട് വിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അതിൻ്റെ റേറ്റ് എങ്ങനെയാണ് വയ്ക്കും? ചേട്ടാ ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണ് കേട്ടോ പറഞ്ഞത്? ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണ് പറഞ്ഞത്? ഒരു പീസ് 5 രൂപ അല്ലേ? ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു പീസിന് 5 രൂപയാണ് കേട്ടോ. പിന്നെ നമ്മൾ മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ ജമന്തി ഉണ്ട്. നമ്മുടെ മഞ്ഞ കളർ ജമന്തി, വലിയ റോസാപ്പൂ കേട്ടോ, സെറ്റായിട്ടുണ്ട്. നമ്മുടെ തോവാള മാർക്കറ്റിൽ നിന്നാണ് കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ പൂ വരുന്നത്. ഓണ സമയത്തൊക്കെ നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഈ തോവാള സൈഡിലേക്ക് പൂ മേടിക്കാനായിട്ടൊക്കെ വരും. ഇവിടെയൊക്കെ ഫുള്ള് റോസയാണ് കേട്ടോ. റോസയുടെ കാശാണ്. റോസയുണ്ട്, വെള്ള കളർ, ഇവിടെ ജമന്തി പോലത്തെ പൂവുണ്ട്. റോസയുടെ തന്നെ 1-2 കളക്ഷൻ ഉണ്ട് കേട്ടോ. നല്ല വലുതാണ്. റോസ എങ്ങനെയാണ് കേട്ടോ റേറ്റ് വന്നത്? റോസ നമ്മളീ 90 ഈ കാണുന്നത് 90 കേട്ടോ റേറ്റ് വരുന്നത്. ഇതിവിടെ ഒരു വേറെ വെറൈറ്റി സാധനമുണ്ട് കേട്ടോ. അതുണ്ടോ ഈ കാണുന്നത്? അത് നല്ല കളറാണ് കേട്ടോ കാണാൻ. ഇതൊക്കെ ഇവിടെ മാർക്കറ്റിലേക്ക് പോകൊണ്ടുവന്ന വണ്ടികളാണ്. ഇതുപോലെ ഒരുപാടുണ്ട് കേട്ടോ. ഇതുപോലെ ആൾക്കാരിങ്ങനെ പെട്ടി വെച്ചിങ്ങനെ തിരിച്ചിട്ട് അതിൻ്റെ അകത്ത് ഓരോരോ ആൾക്കാരായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ജമന്തിയുടെ നല്ല കളക്ഷൻ കേട്ടോ, ഒരുപാടുണ്ട്. നമുക്കിതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കാം. നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അരളിയില്ലേ,
അരളി ഇവിടെ ഇങ്ങനെ കെട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. വെള്ള അരളിയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ചുവന്നുള്ള അരളിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ ഈ ചേട്ടൻ തിരക്കാം. ചേട്ടാ ഈ അരളി റേറ്റ് എങ്ങനെ കേട്ടോ പറഞ്ഞേ? ഇതിൻ്റെ വൈറ്റ് ആണെങ്കിലോ? വൈറ്റ് 220 കേട്ടോ. 220 വൈറ്റ് കളർ അരളിക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൂവ് വരുന്നത് നമ്മുടെ ഈ തോള മാർക്കറ്റിൽ നിന്നാണ്. ഓണസമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് പൂവൊക്കെ മേടിച്ചുകൊണ്ട് പോകാറുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേന് നല്ല തിരക്കുണ്ട്, പല സ്ഥലങ്ങളിലും നല്ല തിരക്കായിട്ടുണ്ട്. അപ്പോൾ റേറ്റൊക്കെ ഞാൻ പറഞ്ഞ കണക്ക് ഇതേപോലെയൊക്കെ തന്നെയാണ്. റേറ്റ് ഇത് കൂടുതലാണ്. റോസയ്ക്കൊക്കെ നല്ല റേറ്റുണ്ട് ഇവിടെ. ഇതിന് 100ഉം 200ഉം റേറ്റൊക്കെ ഉണ്ട്. അപ്പോൾ പല മോഡൽ സാധനങ്ങളും കേട്ടോ. കണ്ടിട്ടില്ലാത്ത അത്രയും നല്ല കളക്ഷനൊക്കെ ഇവിടെ ഉണ്ട് പൂക്കളൊക്കെ. ഈ മാർക്കറ്റിൻ്റെ ഈ സൈഡിൽ വരുമ്പോഴേക്കും ഇതോ ആ സൈഡിൽ അവിടെ ഒരു അമ്പലമുണ്ട് കേട്ടോ. അതിൻ്റെ അനൗൺസ്മെൻ്റൊക്കെയാണ് ഇവിടെ കേട്ടോണ്ടിരിക്കുന്നത്. അതായത് ഇവിടെ ഒരു മാമൻ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ഈ ഹാരമൊക്കെ കെട്ടുന്നുണ്ട്. ആ സൈഡിലൊരു ചേട്ടൻ എന്നിട്ട് ഹാരം കെട്ടുന്നതാണ്. ഞാൻ അടുത്തേക്കൊന്ന് കാണിച്ചാൽ പുള്ളിക്കാരൻ സെറ്റായിട്ട് നല്ല സ്പീഡിന് ഹാരമൊക്കെ കെട്ടി സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതോ കണ്ടോ, ഈ കാണുന്ന കൊളുന്താണ് കേട്ടോ. ഇത് തുളസിയും മറ്റുള്ള സാധനമാണ്. നമ്മളിവിടെ നിന്ന് കൊളുന്ത് മേടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മേടിച്ചിട്ട് നമ്മൾ വില്ലേജ് കൊണ്ടുപോകുന്ന പരിപാടിയാണ്. ഇവിടെ കണ്ട എല്ലാ പൂവും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാനുള്ള പരിപാടിയാണെന്ന് അറിയത്തില്ല. അത് ഇവിടെ കണ്ട ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ചേട്ടൻ അവിടെ നിന്ന് ഹാരം കെട്ടുന്നുണ്ട്. റോസയാണ് കേട്ടോ അവിടെ നിന്ന് കെട്ടണേ. ഇവിടെയും ആൾക്കാരൊക്കെ ഇരുന്ന് ഹാരമൊക്കെ കെട്ടുന്നുണ്ട്. ഇത് അത്രയും ആൾക്കാരൊന്നും ഇങ്ങനെ ഹാരം കെട്ടുന്നതാണ്. ഇതുണ്ട്, നമ്മളെ കറുകപ്പിലാണ് ആ സൈഡിൽ കാണുന്നത്. അതായത് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അത് ഒന്ന് ആൾക്കാർ ഇവിടെ നിന്ന് ഇങ്ങനെ കളക്ട് ചെയ്ത് കൊണ്ട് പോകാറുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞത്. നമ്മുടെ നാട്ടിലേക്ക് ഈ അമ്പലങ്ങളിലൊക്കെ ഹാരം കെട്ടി വെച്ചില്ലേ, ചെറിയ ഹാരം. അപ്പോൾ അതിൻ്റെ കുറച്ച് കളക്ഷനുകളുണ്ട് കേട്ടോ. ഇവിടെ കണ്ട ഇതുപോലെ ഇങ്ങനെ ഹാരം കെട്ടി വെച്ചിട്ടുണ്ട്. ചേട്ടാ ഇത് റേറ്റ് എങ്ങനെ കേട്ടോ പറഞ്ഞാൽ? ഇത് 10 രൂപ. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 10 രൂപ കേട്ടോ ചേട്ടൻ പറഞ്ഞത്. ഇവിടെ മുല്ലയെ കിടപ്പുണ്ട്, ആ സൈഡുണ്ട്. മുല്ലയെ റേറ്റ് കറക്റ്റ് എനിക്ക് അറിയത്തില്ല. ഇവിടെ കുറേ ചേട്ടന്മാരൊന്നും ഇവിടെ ഹാരം കെട്ടുന്നുണ്ട്. നമ്മൾ നേരത്തെ അവിടെ കണ്ട കണക്ക് തന്നെ ഇവിടെ ഒരുപാട് ഹാരങ്ങൾ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഒരുപാട് ഈ ചാക്കിലൊക്കെ ഉണ്ടോ, ഇത്രയും പൂവാണ് ഇതിലൊക്കെ വരുന്നത്. അതായത് ഇവിടെയൊക്കെ ഫുള്ള് തിരക്കാണ് കേട്ടോ. അവിടെ ഇത് വരുമ്പോഴത്തേക്ക് ഒരുപാട് പൂവും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കവറിലാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവരുടെ അടുത്ത് എത്ര മണിക്കാണ് ഈ മാർക്കറ്റ് രാവിലെ സ്റ്റാർട്ട് ആവുന്നതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ തിരക്കാം. അപ്പോൾ ഈ ചേട്ടനടുത്ത് നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് തിരക്കാം. ചേട്ടാ ഈ മാർക്കറ്റ് രാവിലെ സ്റ്റാർട്ട് ആവുന്ന എത്ര ടൈമാണെന്ന് പറയാം കേട്ടോ? வியாபாரம் இருந்ததுன்னா 2 மணிக்கு ஓண பரிபாடிகள்லாம் 24 மணிக்கு உண்டு. இப்போ நீங்கள் நம்பரை பார்த்துட்டு ஃபோன் அடித்தாலும் போட்டு தரேன். അപ്പോൾ നമ്മളിവിടെ തോള മാർക്കറ്റിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മളിപ്പോൾ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ കാണാം.